Introduction to Flash. Chapter 4, Introduction to Flash. ഈ ഫ്ലാഷ് എന്ന് പറഞ്ഞ ടേം നിങ്ങൾ എവിടെയെങ്കിലും മിസ്സേ, കേട്ടിട്ടുണ്ടോ? ആ നമ്മുടെ സിലബസ് തീരാൻ സാധ്യതയില്ലല്ലോ. മാക്സിമം എടുത്ത് തീർക്കാം. ഇനിയും കുറേ ഉണ്ട്. നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഫ്ലാഷ്. ഫ്ലാഷ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ടോ? ക്യാമറ ഫ്ലാഷ്. ആ ഫ്ലാഷ് അല്ല ഈ മിസ്സേ, ഫ്ലാഷ്. ഫോണിൽ ലൈറ്റ് ഒക്കെ ഇടുന്ന ഫ്ലാഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ ഫ്ലാഷ് അല്ല ഈ ഫ്ലാഷ്. ഈ ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു മൾട്ടിമീഡിയ ഗ്രാഫിക്സ് പ്രോഗ്രാം ആണ്. മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ ഓഡിയോ, വീഡിയോ, ടെക്സ്റ്റ്, ഇമേജ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടില്ലേ? മൾട്ടിപ്പിൾ മീഡിയാസ് കമ്പൈൻ ചെയ്ത് എല്ലാ ഫോമാറ്റിലും ഉള്ളത് അക്സെപ്റ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ഗ്രാഫിക് പ്രോഗ്രാം ആണ് ഫ്ലാഷ്. ഇപ്പൊ നമ്മൾ അനിമേഷൻ, വീഡിയോ, ഓഡിയോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാഷ് ഉപയോഗിക്കുന്നത്. നമ്മൾ പെയിന്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പിക്ചർ വരയ്ക്കുന്ന പെയിന്റ്. ഏകദേശം ഫ്ലാഷ് അതേപോലെ ഉണ്ട്, പക്ഷെ ഫ്ലാഷ് അതിലും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ ഫ്ലാഷ് ഉപയോഗിക്കുന്നത് ഈ വെബ് ആപ്ലിക്കേഷൻസിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, വെബ്സൈറ്റിന് വേണ്ട, വെബിന് വേണ്ട ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാഷ് ഉപയോഗിക്കുന്നത്. നമ്മൾ വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു യൂസർ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉപയോഗിച്ച് വെബ് ബ്രൗസർ വഴി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഇല്ലേ, അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലാഷ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ ഫ്ലാഷ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഫയൽസ് എന്ന് പറയുന്നത് സ്മോൾ ഇൻ സൈസ് ആണ്. അധികം MB ആവശ്യം വരില്ല. ഇപ്പം നമ്മൾക്ക് കുറച്ച് MB ഉള്ളതല്ലേ നമ്മൾ കൂടുതലും ഡൗൺലോഡ് ചെയ്യാൻ പ്രിഫർ ചെയ്യാം. കൂടുതൽ ഡാറ്റ കളയാൻ നമ്മൾ ഉദ്ദേശിക്കില്ലല്ലോ. അതുകൊണ്ട് വെരി സ്മോൾ ഇൻ സൈസ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ബെനിഫിറ്റും ഈ ഫ്ലാഷിനുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഫ്ലാഷുമായിട്ട് ഒന്ന് പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇതാണ് ഇൻട്രൊഡക്ഷൻ ടു ഫ്ലാഷ്. നിങ്ങൾക്ക് ഫ്ലാഷിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. നമ്മൾ എന്താണെന്ന് ഈ ചാപ്റ്ററിൽ മനസ്സിലാവും. ഓക്കെ, സോറി. ഫസ്റ്റ് എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് ഓപ്പൺ ചെയ്യണമല്ലോ. അപ്പോൾ ഹൗ ടു സ്റ്റാർട്ട് ഫ്ലാഷ് ഇൻ നൗ സിസ്റ്റം. നമ്മൾ ആ ഫ്ലാഷ് എന്ന് പറഞ്ഞത് ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൊടുത്തിരിക്കുന്നത്. ആരും അനങ്ങുന്നില്ലല്ലോ. ഓക്കെ, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഓക്കെ. ഇപ്പൊ ഫ്ലാഷ് എങ്ങനെയാ കമ്പ്യൂട്ടറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് ഈ മെത്തേഡ് ഞാൻ പറയാം, പക്ഷെ എൻ്റെ സിസ്റ്റത്തിൽ ഇങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിന്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ബോട്ടത്തിൽ ഏറ്റവും കോർണർ, ലെഫ്റ്റ് കോർണറിലുള്ളത് കണ്ടോ? ലെഫ്റ്റ് ബോട്ടം കോർണറിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വരുന്ന ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടേണ്ടത് ഓൾ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും, എല്ലാ പ്രോഗ്രാംസും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? മാക്രോമീഡിയ ഫ്ലാഷ് 8 ചൂസ് ചെയ്യാം. മനസ്സിലായോ? സിമ്പിൾ ആണ്. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. അതിൽ ഇപ്പോൾ വന്ന ഓപ്ഷൻസിന് പകരം ഒരു ഓൾ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ വരേണ്ടതാണ്, പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ വരില്ല. അതിനുള്ളത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. നമ്മുടെ വിൻഡോസ് 10 അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, ഓൾ സ്റ്റാർട്ട് ചെയ്യുക. ഓൾ പ്രോഗ്രാംസിൽ മാക്രോമീഡിയ ഫ്ലാഷ് 8 എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഡയറക്റ്റ് എനിക്ക് അതിൻ്റെ ഐക്കൺ ഡെസ്ക്ടോപ്പിലുണ്ട്, മാക്രോമീഡിയ ഫ്ലാഷ് 8ൻ്റെ. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഡൗൺലോഡ് ചെയ്തത് അത്. അപ്പോൾ അതിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിൽ ടെക്സ്റ്റിൽ 56 പേജ് നമ്പർ 56 ഫിഗർ 4.2a എന്ന് പറഞ്ഞ പിക്ചർ ഉണ്ട്.
ഞാൻ ഫസ്റ്റ് ടൈം ഓപ്ഷൻ ഓപ്പൺ ചെയ്ത സമയത്ത് എനിക്ക് ആ ഫിഗർ തന്നെയായിരുന്നു വന്നത്. ഇതിപ്പോ ഞാൻ സെക്കൻഡ് ടൈം ആയതുകൊണ്ട് എനിക്കത് കിട്ടാത്തെന്ന് തോന്നുന്നു. ഒരു ഫ്ലാഷ് പ്രൊഫഷണൽ 800 റെഡിൽ കണ്ടിട്ട് ഓപ്പൺ എ റീസെന്റ് ഐറ്റം, ക്രിയേറ്റ് ന്യൂ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസിൽ കാണുന്നില്ലേ ഫിഗർ 4.2a ആ ആ പിക്ചർ അല്ല, ആ ഫിഗർ അല്ല ഇവിടെ വന്നേക്കുന്നത്. ഇപ്പൊ നമുക്കുള്ളത് ഫിഗർ 4.3 പിക്ചർ ആണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഫ്ലാഷ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു പുതിയ പേജിലല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വേർഡിലെല്ലാം ന്യൂ പേജ് എടുക്കുന്ന പോലെ ഫ്ലാഷിൽ എന്താ, ഫയലില് ന്യൂ എടുക്കുക, ഫ്ലാഷ് ഡോക്യുമെന്റ് ഉണ്ട്, അത് ചൂസ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും നിങ്ങൾക്ക്. ഇപ്പൊ ഞാനിപ്പോ ഫിഗർ 4.2a അനുസരിച്ച് പറയുകയാണെങ്കിൽ ഫ്ലാഷ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ് കണ്ടില്ലേ, ഒരു ക്രിയേറ്റ് ന്യൂന്റെ തൊട്ട് താഴെ ഫ്ലാഷ് ഡോക്യുമെന്റ് കണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലേ കാണുള്ളൂ, സ്ക്രീനിലല്ല. ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ 4.2a നോക്കുക. അതാണ് ഫസ്റ്റ് ടൈം നിങ്ങൾ ഫ്ലാഷ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന വിൻഡോ. അതിൽ ഫ്ലാഷ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ന്യൂവിന്റെ തൊട്ട് താഴെ റെഡിൽ ഓവൽ റൗണ്ട് ചെയ്തിട്ടുണ്ട് ഫ്ലാഷ് ഡോക്യുമെന്റ്. അത് പുതിയ ഫ്ലാഷ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫയൽ ഉണ്ട്, അവിടെ തന്നെ കണ്ടോ 4.2a ഫയൽ ടാബ് ഇല്ലേ, നമ്മുടെ ഈ ഫയൽ ടാബ് സ്ക്രീനിൽ വേണ്ട നോക്കിയോ, ഫയൽ ടാബ് കണ്ടോ? ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ന്യൂ എന്ന ഓപ്ഷൻ വന്നു. ആ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. സോ ന്യൂ ഡോക്യുമെന്റ്, നമുക്ക് ഏത് ഡോക്യുമെന്റാ, ഫ്ലാഷിന്റെ ഡോക്യുമെന്റ് ആണ് വേണ്ടത്. അത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പൊ ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ എന്റെ സ്ക്രീനിലുള്ള വിൻഡോ ആണ് നിങ്ങൾക്ക് അപ്പൊ കാണാൻ കഴിയാം. ഓക്കെ അല്ലേ? ഇതാണ് ഫ്ലാഷിന്റെ നമ്മൾ എല്ലാം ചെയ്യാൻ പോകുന്ന ആ വിൻഡോ ഇതാണ്. ഓക്കെ, ഇനി ഫ്ലാഷ് വിൻഡോയിൽ കുറച്ച് കമ്പോണൻസ് ഉണ്ട്. പേജ് നമ്പർ 57 നോക്കിക്കേ. Look at page number 57, figure 4.3. ഈ സെയിം ഫിഗർ തന്നെയല്ലേ നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്? അല്ലേ? ആണോ ഫെയ്ത്തെ? Can you hear me, Faith? അല്ല മിസ്, അതല്ല. ഇപ്പൊ നിങ്ങൾ ഏതാ കാണുന്നേ? പിന്നെന്താ കാണുന്നേ? മിസ്, ഞങ്ങൾ കാണുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള മിസ്സേ, ടെക്സ്റ്റ് ബുക്കിലുള്ളതാ, പക്ഷെ കുറെ കളർ വ്യത്യാസം ഉണ്ട്. അതാ. കളർ വ്യത്യാസം നോക്കണ്ട, സെയിം ഓപ്ഷൻസ് ഒക്കെ കാണുന്നില്ലേ? അതെ. അതിലുള്ള അതേ ഓപ്ഷൻസ് ഒക്കെ കാണുന്നില്ലേ? ഇല്ല മിസ്സേ. ഉണ്ട്. ആ സ്ക്രീനിന് മുമ്പായിട്ടൊരു ഡയലോഗ് ബോക്സ് എന്തോ വന്നിട്ടുണ്ട്. ആ കളർ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അതിലെ ഫയൽ, എഡിറ്റ്, വ്യൂ, മോഡിഫൈ, ടെക്സ്റ്റ്, കമാൻഡ്സ്, കൺട്രോൾ, വിൻഡോ, ഹെൽപ്പ്, അത് കൂടെ കുറെ ടൂൾസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ സ്കെയില് പോലെ എന്തോ കാണുന്നുണ്ട് ഇല്ലേ? പിന്നെ ഒരു വൈറ്റ് ഫ്രെയിം കാണുന്നുണ്ട് ഇല്ലേ? ഇവിടെ ആക്ഷൻസ്, പ്രോപ്പർട്ടി, ഫിൽറ്റേഴ്സ്, പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ് താഴെ കാണുന്നുണ്ട് ഇല്ലേ? ഓക്കെ, അപ്പോ ഒരു ഫ്ലാഷ് വിൻഡോയുടെ കമ്പോണൻസ് ആണ്: ഒന്ന് സ്റ്റേജ്, രണ്ട് ടൈം ലൈൻ, ലെയേഴ്സ്, ടൂൾ പാനൽ ആൻഡ് പ്രോപ്പർട്ടീസ് പാനൽ. ഏതൊക്കെയാ? പേജ് നമ്പർ 57 ഉണ്ട്. സ്റ്റേജ് ഉണ്ട്, ടൈം ലൈൻ ഉണ്ട്, ലെയേഴ്സ് ഉണ്ട്, ടൂൾസ് പാനൽ ഉണ്ട്, പ്രോപ്പർട്ടീസ് പാനൽ ഉണ്ട്. ഏതൊക്കെ? ഫൈവ് കമ്പോണൻസ് അല്ലേ?
There are 5 components in the Flash window. First, stage. Second, timeline. Third, layers. പിന്നെ ടൂൾ പാനൽസ്, പ്രോപ്പർട്ടീസ് പാനൽ. അല്ലേ? അതിൽ ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ വൈറ്റ് സ്പേസ് ഇല്ലേ, ഈ കാണുന്ന വൈറ്റ് സ്പേസ്, അതാണ് സ്റ്റേജ്. ആ സ്റ്റേജ് ഇതാണ് നമ്മുടെ വർക്ക് പ്ലേസ്. നമ്മൾ ചെയ്യുന്ന കാര്യം, ഇപ്പം നമ്മൾ പിക്ചർ വരച്ചാലും എന്തെങ്കിലും ടൈപ്പ് ചെയ്താലും കാണുന്നത് ഇവിടെയായിരിക്കും. ദിസ് ഈസ് യുവർ workplace and it is called stage. Okay അല്ലേ? മനസ്സിലായില്ലേ? Stage is your workplace. This is where graphics, text, videos, buttons and so on will be placed for the user to see. ഈ സ്റ്റേജിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതും വരയ്ക്കുന്ന പിക്ചേഴ്സും അല്ലെ ഗ്രാഫിക്സ്, അനിമേഷൻ കാര്യങ്ങളെല്ലാം യൂസറിന് കാണാൻ പറ്റുന്നത് ഈ സ്റ്റേജിലാണ്. ദിസ് ഈസ് അവർ വർക്ക് സ്പേസ്. നെക്സ്റ്റ് പിന്നെന്താ? ടൈം ലൈൻ അല്ലേ? ടൈം ലൈൻ ഏതാണ്? ദാ 5, 10, 15, 20, 25 എന്നിങ്ങനെ എഴുതി കാണുന്നില്ലേ ഒരു സ്കെയില് പോലെ? അതാണ് നമ്മുടെ ടൈം ലൈൻ. ടൈം ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു ഐഡിയ കിട്ടുന്നത്? ടൈം ലൈൻ. അപ്പൊ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ടൈം. അത് മനസ്സിലായില്ലേ? എന്തോ സമയവുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ടൈം ലൈനിൽ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കുറെ ഇമേജസ് ഉണ്ടാവും, എന്താ പിക്ചർ, ടെക്സ്റ്റ്, അങ്ങനത്തെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ ഒരു എലമെന്റ്, ഒരു പിക്ചർ അല്ലെ ഗ്രാഫിക്സ് എപ്പോ അവിടെ അപ്പിയർ ചെയ്യണമെന്ന്, ആനിമേഷന്റെ സമയത്ത് എപ്പോ അപ്പിയർ ചെയ്യണം എന്നുള്ളത് ആണ് ഈ ടൈം ലൈനിൽ സ്പെസിഫൈ ചെയ്യാം. എപ്പോ ആ ഗ്രാഫിക്സ്, ടെക്സ്റ്റ് അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള എന്തെങ്കിലും എലമെന്റ് ഏത് ടൈമിൽ വേണം അപ്പിയർ ആവാൻ അല്ലെങ്കിൽ കാണാൻ എന്ന് പറയുന്നതാണ് ടൈം ലൈൻ. മനസ്സിലായോ? ഇത് ജസ്റ്റ് ഒരു ഐഡിയ ആണ്. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇതിന്റെ പ്രാക്ടിക്കൽ ഉണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ. തേർഡ് കമ്പോണന്റ് എന്തായിരുന്നു? ലെയേഴ്സ് ആണ് അല്ലേ? ഈ ടൈം ലൈനിൽ തന്നെയാണ് ലെയേഴ്സ് വരുന്നത്. കണ്ടോ? ടൈം ലൈൻ ഇവിടെയാണ് വരുന്നത്. ഈ ടൈം ലൈനിൽ ഈ ഒന്ന് ഫ്രെയിം ഉണ്ട്. ഫ്രെയിമിലാണ് ടൈമിന്റെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ലെയേഴ്സും ഉണ്ട് ടൈം ലൈനിൽ. അപ്പൊ നമ്മൾ ഓരോന്നും ഓരോ ലെയറിലായിരിക്കും ചെയ്യാം. താഴെ ഒരു ലെയർ, അതിന്റെ മുകളിൽ ഒരു ലെയർ, അങ്ങനെ ഓരോ ലെയേഴ്സ് ആയിട്ടാണ് ചെയ്യുക. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ അത്ര ക്യാച്ച് ആവില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ, നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ടൈം ലൈനിൽ ഫ്രെയിംസും ഉണ്ട്, ലെയേഴ്സും ഉണ്ട്. ഓക്കെ. ഇനി ടൂൾസ് നമുക്ക് അറിയാലോ. നോർമലി നമ്മൾ വീട്ടിൽ ഒരുപാട് ടൂൾസ് ഇല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി. അപ്പം നമുക്കിവിടെ അനിമേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക്സ്, പിക്ചർ വരയ്ക്കാൻ ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് ടൂൾസ് വേണം. പെൻസിലും ഇറേസറും എന്താ പറയാ, ഫിൽ കളറും, കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലേ? അപ്പോ ടൂൾസിനെ 4 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞേ. ടൂൾസിനെ 4 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്ക്. ഫസ്റ്റ് വൺ ടൂൾസ്. ടൂൾസ് എന്ന് കണ്ടോ? അതാണ് ഫസ്റ്റ് സെക്ഷൻ. സെക്കൻഡ് സെക്ഷൻ ആണ് വ്യൂ. തേർഡ് കളേഴ്സ്. ഫോർത്ത് സെക്ഷൻ ഓപ്ഷൻ. കാണുന്നില്ല ഓപ്ഷൻസ് ഏതൊക്കെയാ? ടൂൾസ്, വ്യൂ, കളേഴ്സ്, ഓപ്ഷൻസ്. ഇത് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ടൂൾ പാനൽ ഇസ് ഡിവൈഡഡ് ഇൻടു 4 സെക്ഷൻസ്: ടൂൾസ്, വ്യൂ, കളേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. മനസ്സിലായില്ലേ? അതെങ്ങനെ ഇപ്പം ഈ നമ്മുടെ വിൻഡോയിൽ എവിടെയാന്ന് മനസ്സിലായില്ലേ? ഓപ്ഷൻസ് 4 സെക്ഷൻസ്, ടൂൾസിന്റെ 4 സെക്ഷൻസ് എവിടെയാന്ന് മനസ്സിലായില്ലേ? ഓക്കെ.
ടൂൾ സെക്ഷൻ നമ്മൾ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നേ? ടൂൾസ് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇമേജസ് വരയ്ക്കാനും, ടു ഡ്രോ ഇമേജസ് ആൻഡ് എഡിറ്റ് ദം. നമുക്ക് എന്തെങ്കിലും പിക്ചേഴ്സ് വരയ്ക്കണമെങ്കിൽ ഈ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് ഇറേസ് ചെയ്യണമെങ്കിലോ കളർ കൊടുക്കണമെങ്കിലോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലോ നമുക്ക് ഈ ടൂൾസ് ഉപയോഗിക്കാം. അതേപോലെ നമ്മളിങ്ങനെ വേർഡിലൊക്കെ കണ്ടിട്ടില്ലേ, ലൈൻ വരയ്ക്കാനുള്ള ടൂള്, റെക്റ്റാങ്കിൾ ടൂള്, സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇൻസേർട്ട് ഷേപ്സ് ഒക്കെ ഇല്ലേ, ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. അത്രയും പോർഷൻസ് അവിടെ നിന്ന് മാറി. പെൻസിൽ ഉണ്ട്, ബ്രഷ്, പിന്നെ ഇറേസർ. ഇത് ഓവല്, സർക്കിള്, എലിപ്സ്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാൻ. അതിന്റെ കളേഴ്സ് ഇതാ, ഫിൽ കളർ കണ്ടോ? ഇത് ഷേപ്പിനെ ഫിൽ ചെയ്യുന്ന കളേഴ്സ് ആണ്. ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം. ഇവിടെ പെന്നുണ്ട്. ഓക്കെ, ഈ ടൂൾസ് എല്ലാം നമുക്ക് എന്തെങ്കിലും ഇമേജസ് വരയ്ക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ വ്യൂ സെക്ഷൻ എന്തിനാണ്? ഹിയർ ഇസ് ദ വ്യൂ സെക്ഷൻ. വലുതാക്കാനും ഓക്കെ, ഉം, രണ്ടുണ്ട്. വലുതായി കാണാനും. ഒരു ഹാൻഡ് ടൂളും ഉണ്ട്, ഒരു സൂം ടൂളും ഉണ്ട്. ഹാൻഡ് ടൂള് നമ്മൾ ഇതിനെ വലുതാക്കിയിട്ട് ഇങ്ങോട്ട് നീക്കാൻ. ഡ്രാഗ് ചെയ്യാനൊക്കെ ഹാൻഡ് ടൂള്. സൂം ടൂൾ ഉണ്ട് നമുക്ക് സൂം ചെയ്യാൻ. ഇത് നോക്കൂ, ആ സൂം ടൂള് ഞാൻ ചൂസ് ചെയ്തപ്പോൾ അവിടെ ഓപ്ഷൻസിൽ 2 ഓപ്ഷൻ വന്നു. ഒന്ന് എൻലാർജ് ചെയ്യാനും, 2 റെഡ്യൂസ് ചെയ്യാനും. എൻലാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ സൈസ് കൂട്ടാൻ, റെഡ്യൂസ് സൈസ് കുറയ്ക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ടൂൾ വ്യൂ മനസ്സിലായി. ഇനി കളേഴ്സ് സെക്ഷൻ എന്തായിരിക്കും? ഒബ്വിയസ്ലി എന്തിനു വേണ്ടി നമ്മൾ കളേഴ്സ് ഉപയോഗിക്കുന്നത്? കളർ അടിക്കാൻ. ആ, കളേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിപ്പോൾ നമ്മൾ സൂം ആണ് അവിടെ ഉള്ളത്. എൻ്റെ സ്റ്റേജിനെ ഞാൻ എവിടെയോ കൊണ്ട് കളഞ്ഞു. അത് പോട്ടെ, ഞാൻ പുതിയ തന്നെ എടുത്തു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സെക്ഷൻ, അപ്പം കളേഴ്സ് നമ്മളെ ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാനാണ്. കളേഴ്സ് ഷെയ്ഡ്സും ഏത് എഫക്റ്റ് വേണം, ഏത് കളർ വേണം, അതൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി കളേഴ്സ്. ഇനി ലാസ്റ്റ് സെക്ഷൻ ഏതാ? ഓപ്ഷൻസ് അല്ലേ. ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഓരോ ടൂളും സെലക്ട് ചെയ്യുമ്പോൾ അതിനൊരു ഓപ്ഷൻസ്, അതിന് വേറെ എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുള്ളൊരു ഓപ്ഷൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാ ടൂളിനും ഇല്ല. ഇപ്പൊ ഞാൻ സൂം ചെയ്തപ്പോൾ സൂം ഇൻ ആണോ സൂം ഔട്ട് ആണോ, മീൻസ് എൻലാർജ് ആണോ റെഡ്യൂസ് ആണോ എന്നുള്ള ഓപ്ഷൻ അവിടെ വന്നു. കളേഴ്സിന് പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. ഇറേസർ ഞാൻ ചൂസ് ചെയ്തപ്പം ഇറേസറിന്റെ സൈസ് നമുക്ക് സൈസ് ആൻഡ് ഷേപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവിടെ വന്നു. ഇവിടെ എന്താണ്, ഇറേസ് ലൈൻസ്, ഇറേസ് സെലക്റ്റഡ് ഫിൽസ്, ഇറേസ് ഇൻസൈഡ്, അങ്ങനെ ഓരോ ഓപ്ഷൻ. എല്ലാത്തിനും ഇല്ല, ചില ടൂൾസിനുള്ള എക്സ്ട്രാ ഓപ്ഷൻസ് ആണ് ആ ഓപ്ഷൻ സെക്ഷനിൽ വരാം. പെൻസിൽ ചൂസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ഡ്രോയിങ്, സ്ട്രെയിറ്റൻ, സ്മൂത്ത്, ഇങ്ക്. സ്ട്രെയിറ്റൻ ആണെങ്കിൽ വരയ്ക്കുന്ന ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരും. നോർമലി നമ്മൾ കൈ കൊണ്ട് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുന്നതുകൊണ്ട് ഇങ്ങനെ
വളഞ്ഞ വരകളായിരിക്കില്ലേ, ഇത് പക്ഷെ കുറച്ച് സ്ട്രെയിറ്റിനാണെങ്കിൽ സ്ട്രെയിറ്റ് കിട്ടും, സ്മൂത്ത് ആണെങ്കിൽ അത് കുരുകുരാന്നുള്ളത് മാറി നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലൈൻസ് കിട്ടും. അങ്ങനെ കുറെ ഓപ്ഷൻസ്. അപ്പം ടൂൾസിൽ എത്ര സെക്ഷൻ ഉണ്ട്? 4 സെക്ഷൻ ഉണ്ട്. അത് ഏതൊക്കെയാ? ടൂൾസ്, വ്യൂ, കളേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഓക്കെ, ഇനി നമ്മുടെ ഫ്ലാഷ് വിൻഡോയിലെ കമ്പോണൻസ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ. ഈ 4 സെക്ഷൻ ടൂൾ എന്ന കമ്പോണന്റിൽ വന്നതാണ്. ഇനി നമ്മൾ ലാസ്റ്റ് കമ്പോണന്റ് ആണ് ടൂൾ പാനൽസിലെ കമ്പോണൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മൾ ഈ ലാസ്റ്റ് കമ്പോണന്റ് പ്രോപ്പർട്ടീസ് പാനൽ ഉണ്ട് അല്ലേ. ഇപ്പൊ പ്രോപ്പർട്ടീസ് പാനൽ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ സെലക്ട് ചെയ്തത് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. സി ഇപ്പം ഞാൻ കുറെ സാധനങ്ങൾ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, ഞാനത് വേറെ കളറിൽ വരയ്ക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ കണ്ടോ വരച്ചിട്ടുണ്ട്, ലൈൻസ് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടീസ് പാനൽ എങ്ങനെയാ വെച്ചാൽ ഇത് കണ്ടോ, ഈ ആരോ മാർക്സ് ഇല്ലേ, അത് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. ഈ ആരോ മാർക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, ഈ ലൈനെ ഞാൻ സെലക്ട് ചെയ്തു, കണ്ടോ? ജസ്റ്റ് ആരോ ഉപയോഗിച്ച് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി പ്രോപ്പർട്ടീസ് പാനലിൽ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആ സെലക്ട് ചെയ്ത ലൈനിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഏതാണ് അതിന്റെ കളറ് ബ്ലാക്ക് ആണ്, നമ്മളത് മാറ്റി കൊടുത്തു, റെഡ് ആക്കി. ഇത് സോളിഡ് ആണ്, നമ്മൾക്ക് ഡോട്ടഡ് ലൈൻ വേണമെങ്കിൽ ഡോട്ടഡ് ചൂസ് ചെയ്തു, കണ്ടോ ഡോട്ടഡ് ലൈൻ അവിടെ വന്നു. ഇത് ക്ലിയർ അല്ല, കുറച്ചുകൂടെ കട്ടിയില്ല, ഞാൻ മാറ്റിയെടുക്കാം. ഓക്കെ, ഇത് ബ്രോക്കൺ സെഗ്മെന്റഡ് ലൈൻസ് ആണിത്. അതൊരു ക്ലാരിറ്റി കുറവുണ്ട്. സെഗ്മെന്റഡ് ലൈൻസ് ഞാൻ ചൂസ് ചെയ്തു. ഇനി അതിന്റെ കളർ പറഞ്ഞു. ഇനി വേറെന്താണ്? ഇതിന്റെ തിക്നെസ് കസ്റ്റം ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോൾ തിക്നെസ് ഇവിടെ 1 points ആണ്, ഞാൻ അത് കൂട്ടി 4 ആക്കി, അപ്പൊ കുറച്ചുകൂടെ തിക്കായി അല്ലേ. ഇത് ഡാഷ്ഡ് ലൈൻസ് ആണ്, ഡോട്ടഡ് ലൈൻസ് ആക്കാം, നമുക്ക് റാഗ്ഡ് ആക്കാം, സ്റ്റിപ്പിൾ ആക്കാം, ഹാഷ്ഡ് ലൈൻസ്, കണ്ടോ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ലെങ്ത്തിൽ സ്ലൈറ്റ് വേരിയേഷൻ, മീഡിയം വേരിയേഷൻ, റാൻഡം കർവ്, മീഡിയം കർവ്, അങ്ങനെ ഒരു ഓപ്ഷനിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ നമുക്ക് പറ്റും. ഇതിപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്, വെരി ഡിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻസ് എല്ലാം കുറച്ച് അകന്നൊക്കെ പോകുന്ന രീതിയിൽ, കണ്ടോ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് മാറ്റാൻ പറ്റും. ആ ലൈനിന് ഒരുപാട് ചേഞ്ചസ് വന്നത് കണ്ടോ. നമ്മൾ വരച്ച സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷെ ഇപ്പൊ നമ്മൾ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ ആ ലൈൻ ഇപ്പൊ ഇങ്ങനെയായി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ പ്രോപ്പർട്ടീസ്, അപ്പോൾ പ്രോപ്പർട്ടീസ് പാനലിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് കാണുക. ആ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പൊ ബ്രഷ് ടൂൾ ഉപയോഗിച്ചു, ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് ആ സെലക്ട് ചെയ്താൽ
അതിന്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കാണും. പെൻസിൽ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി പേജ് നമ്പർ 58 എടുത്തേ. Take page number 58. There is a figure to check your progress. See, check your progress. Identify the parts of the flash window shown below. Identify the parts of the flash window shown below. അതിൽ ഓ മാറി എ ആയ ഷോന്റെ പേരായില്ലേ? ഓക്കെ. വാട്ട് ഈസ് എ? എ എന്താണ് ഷോൺ? അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന എ എന്താണ്? വിച്ച് പാർട്ട് ഈസ് ലെയർ. ലെയർ. ആൻഡ് മരിയ, വാട്ട് ഈസ് ബി? ലെയർ. Okay, good. Layer is the correct answer. And Maria, what is B? B? B option എന്താണ്? ഞാൻ അതിന്റെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ബി ഇസ് ദ, അവിടെ എന്റെ പേര് വന്നു പോയി. ഷോൺ കണ്ടോ? ഹാൻഡ് ടൂൾ. യെസ്, ബി ഇസ് ദ ഹാൻഡ് ടൂൾ അല്ലേ? അതോ ഇനി അവര് വ്യൂ സെക്ഷൻ ആണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല കേട്ടോ. നമ്മളിപ്പം കമ്പോണൻസ് അല്ലേ പഠിക്കുന്നേ. ഇറ്റ് ക്യാൻ ബി ദ വ്യൂ സെക്ഷൻ ഓൾസോ. ഓക്കെ, ഹാൻഡ് ടൂളിലേക്കല്ല അത് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ വ്യൂ സെക്ഷൻ. ഓക്കെ, ഫെയ്ത്ത്, വാട്ട് ഈസ് സി? മിസ്സേ ഞാൻ ഹാൻഡ് ടൂൾ പറഞ്ഞു. ഓഹോ, അന്ന് നീ തന്നെ പറഞ്ഞോ. സി എന്തായിരുന്നു? വാട്ട് ഈസ് സി? സി എന്താണ്? അതെന്ത് കമ്പോണന്റാ? സി എന്ത് കമ്പോണന്റാ? മിസ്സേ ആ ലൈൻ ആക്ഷൻ സ്ക്രിപ്റ്റാ? ആക്ഷൻ സ്ക്രിപ്റ്റോ? അതെവിടുന്നാ നീ പറഞ്ഞേ? ഇല്ല ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ആകെ പഠിച്ച കമ്പോണൻസ് ആകെ 5 ഉള്ളൂ. ഇത് ഏതൊക്കെയാ? സ്റ്റേജ് ഉണ്ട്, ടൈം ലൈൻ ഉണ്ട്, ടൂൾസ് പാനൽ ഉണ്ട്, പ്രോപ്പർട്ടീസ് പാനൽ ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ലെയേഴ്സ്. മിസ്സേ പ്രോപ്പർട്ടി പാനല്ല? അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് മിസ്സേ എനിക്ക് മനസ്സിലായി. ഇപ്പം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാ സംഭവങ്ങളെന്ന്. ആ, അപ്പം ഇത് സി സ്റ്റേജ് ആണോ മിസ്സേ? സി സ്റ്റേജ് അല്ല. സ്റ്റേജിൽ നമ്മൾ വരയ്ക്കണതും എഴുതുന്നതൊക്കെയാ സ്റ്റേജിൽ വരാം. അപ്പൊ അത് സ്റ്റേജ് അല്ല. അത് നോക്ക് നീ. അത് ശരിക്കും പറഞ്ഞ ഒരു സ്കെയില് പോലെയുണ്ട്. അതിനകത്ത് എന്തൊക്കെയോ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ടൈം ആണ്. ആ, ടൈം ലൈൻ. ആ, ടൈം ലൈൻ. ദാറ്റ് ഈസ് ടൈം ലൈൻ. കേട്ടോ ഫെയ്ത്ത്? ഓക്കെ, അപ്പൊ ഡി എന്താ ഫെയ്ത്ത്? ഡി നീ പറഞ്ഞ ആൻസറിൽ ഒരു ആൻസറാ. ഡി പ്രോപ്പർട്ടീസ് പാനല? ഡിയില് നമ്മൾ അല്ല, സ്റ്റേജ്. സ്റ്റേജ്. ഡിയില് ഡി ഇസ് ദ സ്റ്റേജ്. ആൻഡ് വാട്ട് ഈസ് ഇ ഷോൺ?
Miss is panel. Which one? That is? I Panel. can't. What panel? Properties panel. Yes. Properties panel. That is properties panel. Okay. ഇനി അതിൽ 58 തന്നെ ലാസ്റ്റ് ഒരു കൂൾ ടിപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ടൈം ലൈൻ ഇൻ ദ ഫ്ലാഷ് വിൻഡോ ഇസ് നോട്ട് ഡിസ്പ്ലേഡ് വാട്ട് ഷുഡ് യു ഡു? സി, ഇപ്പൊ ഞാൻ ആ ടൈം ലൈൻ ഞാനിപ്പോൾ ഡിസേബിൾ ചെയ്ത് വെച്ചേക്കാം. ടൈം ലൈൻ ഇപ്പം അപ്പിയർ ചെയ്യുന്നില്ല നമ്മുടെ വിൻഡോയിൽ അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ടൈം ലൈൻ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ വിൻഡോ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ടൈം ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈം ലൈൻ വരും. വെരി സിമ്പിൾ. വിൻഡോയിൽ ടൈം ലൈൻ, വിൻഡോ എന്ന് മെനു ബാറിലെ വിൻഡോ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ടൈം ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടൈം ലൈൻ ഇൻ കേസ് ഇല്ല എങ്കിൽ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ ഇൻ പേജ് നമ്പർ 59 there is something about flash. ഫ്ലാഷിന്റെ ഒരു ഹിസ്റ്ററി, ഫ്ലാഷിന്റെ ഒരു കഥയാണ് പറയുന്നത്. ഫ്ലാഷ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അതൊന്ന് വായിച്ചേ. ഫസ്റ്റ് ഷോൺ വായിച്ചോ? ഫസ്റ്റ് പാര. John and Jay with other programs started a software company called Feature Software and created Smart Sketch, a drawing application in January 1993. ഓക്കെ, എന്താ പറയുന്നത്? ജോനതൻ ഗേ എന്ന് പറഞ്ഞിട്ട് ഒരാള് മറ്റു പ്രോഗ്രാമേഴ്സിനെ കൂടിയിട്ട് 1993 ജനുവരിയിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ പേര് ഫ്യൂച്ചർ വേവ് സോഫ്റ്റ്വെയർ കമ്പനി ആയിരുന്നു. അവരെന്താ ഒരു ഡ്രോയിങ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. വരയ്ക്കാൻ വേണ്ടിയിട്ട്, പിക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഇമേജസ് വരയ്ക്കാൻ വേണ്ടി ഡ്രോയിങ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ആപ്ലിക്കേഷന്റെ പേരാണ് സ്മാർട്ട് സ്കെച്ച്. ആ സ്മാർട്ട് സ്കെച്ചിന്റെ ഇമേജ് അവിടെ കൊടുക്കണം. ഇറ്റ് ഈസ് മോർ ലൈക്ക് ഫ്ലാഷ്, റൈറ്റ്? ഫ്ലാഷിനോട് ഒരുപാട് സാമ്യത ഉണ്ട് അല്ലേ? അതിന് സിമിലാരിറ്റീസ് ഉണ്ട് സ്മാർട്ട് സ്കെച്ച്. ഓക്കെ, ആൻഡ് മരിയ, read the next para. In 1995, Smart Sketch was modified and released as Future Splash Animator. എന്താ പറയുന്നത് അതില്? എന്താ മനസ്സിലായ മോൾക്ക്? 1995 സ്മാർട്ട് സ്കെച്ച് മോഡിഫൈ ചെയ്തു, ഫ്യൂച്ചർ സ്പ്ലാഷ് ആനിമേറ്റർ എന്ന പേര് ഓക്കെ റിലീസ് ചെയ്തു. അപ്പോൾ 93 അവര് ക്രിയേറ്റ് ചെയ്ത ഡ്രോയിങ് ആപ്ലിക്കേഷന് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് ഫ്യൂച്ചർ സ്പ്ലാഷ് അനിമേറ്റർ എന്ന പുതിയ പേരിൽ അവർ 1995 റിലീസ് ചെയ്തു അല്ലേ? സ്മാർട്ട് സ്കെച്ച് 1995 ഏത് പേരിലേക്ക് മാറി? ഫ്യൂച്ചർ സ്പ്ലാഷ് അനിമേറ്റർ എന്നാക്കി അല്ലേ? ഫ്യൂച്ചർ സ്പ്ലാഷ് അനിമേറ്ററിന്റെ പിക്ചറാണ് രണ്ടാമത് കൊടുത്തേക്കുന്നത്. അത് ആക്ച്വലി ഇറ്റ് ഈസ് ലൈക്ക് ഫ്ലാഷ്. ഫ്ലാഷ് തന്നെയാണല്ലേ അത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഷോൺ വായിച്ചേ. ഫെയ്ത്ത് ഇതിലെ പോയി. Features Splash Animator was about Macromedia in 1996. Macromedia released it a Flash combining feature and splash. Distributed by Adobe Systems. So it is now called Adobe Flash. Yes. So okay. ഫ്യൂച്ചർ സ്പ്ലാഷ് അനിമേറ്ററിനെ മാക്രോമീഡിയ എന്ന് പറഞ്ഞ കമ്പനി വാങ്ങി അല്ലേ? ഫ്യൂച്ചർ സ്പ്ലാഷ് അനിമേറ്റർ എന്ന് പറയുന്നത് ഫ്യൂച്ചർ വേവ് സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അവരുടെ ഒരു ഡ്രോയിങ് ആപ്ലിക്കേഷൻ ആയിരുന്നു. 1996 മാക്രോമീഡിയ എന്ന് പറഞ്ഞ കമ്പനി ഫ്യൂച്ചർ സ്പ്ലാഷ് അനിമേറ്ററിനെ വാങ്ങി. എന്നിട്ട് അവര്
ഫ്യൂച്ചർ സ്പ്ലാഷ് എന്നുള്ള വേർഡില്ലേ അത് കമ്പൈൻ ചെയ്ത് ഫ്ലാഷ് എന്നുള്ള സിംഗിൾ നെയിമിൽ അത് പുതിയ പ്രോഡക്റ്റ് ആയിട്ട് അവരതിനെ റിലീസ് ചെയ്തു അല്ലെ, അവരുടെ പ്രോഡക്റ്റ് ആയിട്ട് റിലീസ് ചെയ്തു. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലാഷ്. അത് ഡെവലപ്പ് ചെയ്യും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അഡോബ് സിസ്റ്റം ആയതുകൊണ്ട് അതിനെ അഡോബ് ഫ്ലാഷ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ സോഴ്സിൽ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ബ്രൗസർ എടുത്ത് സെർച്ച് എഞ്ചിൻ എടുത്ത് ഗൂഗിളൊക്കെ എടുത്തിട്ട് ഈ സോഴ്സിൽ ഇതൊരു ലിങ്ക്, ഇത് URL ആണ്, ഈ ലിങ്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലാഷിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, കിട്ടും. ഓക്കെ, ഇൻ പേജ് നമ്പർ 60 നമ്മുടെ ക്ലാസ് തീരാൻ 3 മിനിറ്റ്സ് ഉണ്ടല്ലേ. ഓക്കെ, ടൈപ്സ് ഓഫ് ഫയൽ ഇൻ ഫ്ലാഷ്. ഫ്ലാഷിൽ 2 ടൈപ്സ് ഓഫ് ഫയൽ ഉണ്ടെന്നാ പറയാം. ടൈപ്സ് ഓഫ് ഫയൽ ഇൻ ഫ്ലാഷ്. There are 2 types of files in Flash. ഒന്നെന്ന് പറയുന്നത് ഒരു ഫയൽ നമ്മൾ ഏത് എക്സ്റ്റൻഷൻ വഴിയാ സേവ് ചെയ്യുന്ന അറിയോ? .fla എന്നൊരു എക്സ്റ്റൻഷൻ വഴി നമ്മൾ ഒരു ഫയൽ സേവ് ചെയ്യും. എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് അറിയാലോ, നമ്മളൊരു ഫയൽ സേവ് ചെയ്യുമ്പോൾ അത് ഏത് ഫോമാറ്റിലാണെന്നുള്ള സ്പെസിഫൈ ചെയ്യുന്നതാണ് ഈ എക്സ്റ്റൻഷൻ. അപ്പൊ നമ്മൾ ഫ്ലാഷ് ഫയലിനെ 2 രീതിയിൽ സേവ് ചെയ്യുന്നുണ്ട്. ഒരു ഫയലിന്റെ എക്സ്റ്റൻഷൻ .fla എന്നാണ്. അപ്പോൾ ഈ ഫയലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. .fla എന്നുള്ള എക്സ്റ്റൻഷനോട് കൂടിയ ഫയൽസിനെ നമുക്ക് we can reopen and make changes in that file. Another type of file is with extension .swf. .swf എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉള്ള ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയലിന്റെ പ്രത്യേകത നമുക്കതിനെ ഓപ്പൺ ചെയ്ത് കാണാനേ പറ്റുള്ളൂ. വി കനോട്ട് മേക്ക് എനി ചേഞ്ചസ് ഓവർ ഇറ്റ്. മനസ്സിലായോ? 2 types of files are there. The files which saved with the extension .fla. ഈ ടൈപ്പ് ഓഫ് ഫയലിന്റെ പ്രത്യേകത it can be opened and we can also make changes on it. .fla ഫയൽസിന് ചേഞ്ചസ് possible ആണ്. But in the case of files having extension .swf, we can only view that file. We can open that file. We cannot make any changes on it. മനസ്സിലായോ? We cannot edit it. Okay അല്ലേ? ഓക്കെ, ഇനി ലാസ്റ്റ്, ഇനി നമുക്ക് 2 മിനിറ്റ്സ് ഉണ്ട്. ഹൗ ടു സേവ് എ ഫ്ലാഷ് ഫയൽ. ഫയൽസ് സേവ് ചെയ്യാൻ നമുക്കറിയാം അല്ലേ? സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഫയൽ സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സേവ് ആസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യാം. സേവ് ആസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്കതിൻ്റെ ലൊക്കേഷൻ നമുക്ക് വേണേൽ പാത്ത് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. നമുക്കിപ്പോൾ ഏത് ഫോൾഡറിൽ വേണം ചൂസ് ചെയ്യാം. നമുക്ക് ഡെസ്ക്ടോപ്പിൽ വേണമെങ്കിൽ സേവ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിൽ സേവ് ചെയ്യാം അല്ലേ? ഫസ്റ്റ് നമുക്ക് വേണ്ട ലൊക്കേഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ദിസ് പീസിൽ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യാൻ പോകുന്നത്. ഫയലിൻ്റെ നെയിം എന്ന് പറയുന്നത് ഫ്ലാഷ് സാമ്പിൾ, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. സാമ്പിൾ എന്ന് കൊടുത്തു. അപ്പം അതിൻ്റെ എക്സ്റ്റൻഷൻ നോക്ക്, .fla അല്ലേ? Sean, listen here. Where are you looking at? .fla files ആണ്. Can we edit this? നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫയലാണോ ഇത്? പറ്റില്ലേ? പറ്റും. .fla എന്നുള്ള എക്സ്റ്റൻഷനുള്ള ഫയൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. .swf ആണ് അൺഎഡിറ്റബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളത് സേവ് കൊടുത്താൽ ആ ഫയല് നമ്മൾ സ്പെസിഫൈ ചെയ്തത്. സി, ദിസ് ഈസ് ദ ഫയൽ ഫ്ലാഷ് സാമ്പിൾ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തതാണ്. സാമ്പിളിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് അല്ല. ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ ഓപ്പൺ ചെയ്തു.